ബൈബിളിനകത്ത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മക്കൾ അടിമത്തത്തിന് കീഴിൽ മിസ്രൈമിൽ ഫറവോൻ്റെ അടിമത്തത്തിന് കീഴിൽ പോകുമ്പോൾ അവർ 400 വർഷം അവിടെ അടിമത്തത്തിന് കീഴിലാകുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വേദനയിൽ കൂടെ അവർ അടിച്ചമർത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിന് അവസാന സമയത്ത് ബൈബിൾ പറയുന്നൊരു പദമുണ്ട്, തൻ്റെ ജനത്തിൻ്റെ കഷ്ടത ദൈവം കണ്ടു, നിലവിളി ഞാൻ കേട്ടു, സങ്കടം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ അനുഭവിക്കുന്ന കഷ്ടത ദൈവം കണ്ടു, സങ്കടം ദൈവം അറിഞ്ഞു, അവിടെ പ്രയാസങ്ങൾ, അവിടെ വേദന ദൈവം അറിഞ്ഞു, അവിടെ നിലവിളി ദൈവം കേട്ടു. ഈ 3 കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ വേദനകൾ മനുഷ്യർക്ക് കാണാൻ പറ്റും, നമ്മുടെ സങ്കടം അവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ നിലവിളി അവർക്ക് കേൾക്കാൻ പറ്റും. ഇതെല്ലാം മനുഷ്യരും ചെയ്യുന്നൊരു കാര്യമാണ്. ജനത്തിൻ്റെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു, സങ്കടം അറിഞ്ഞു. ഇത് മാനുഷികമായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ 4ാമത്തെ ഒരു പദം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, സങ്കടം ഞാൻ അറിഞ്ഞു. 4ാമത് ഒരു വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ അവരെ വിടിയിപ്പാനായി മിസ്രൈമിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ദൈവം നമ്മുടെ സങ്കടം അറിയുന്നവൻ മാത്രമല്ല, നമ്മുടെ നിലവിളി കേൾക്കുന്നവൻ മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങൾ കാണുന്നവൻ മാത്രമല്ല, 4ാമതായി നമ്മളെ വിടിയിപ്പാൻ നാം ആയിരിക്കുന്ന സ്ഥാനത്തും ഇറങ്ങി വരുന്ന ദൈവമാണ്. എൻ്റെ ദൈവം യേശു കർത്താവ് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വേദനയിലും കിടക്കുന്നവരെ കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നവനല്ല. എൻ്റെ യേശു ഏതൊക്കെ വിഷയത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടോ അവിടൊക്കെ മറുപടി കൊടുത്തിട്ടും അത്ഭുതം ചെയ്തിട്ടും വിടുതലയച്ചിട്ട് പോകുന്നവരാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ പ്രത്യേകത, നിൻ്റെ കഷ്ടതയിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവൻ പോകത്തില്ല. നിൻ്റെ അരികിൽ വന്ന് നിന്നെ വിടിയിപ്പാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലൊരു കുഷ്ഠരോഗി യേശുവിനോട് ചോദിച്ചു, നിനക്ക് എന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? യേശു കർത്താവിനെ സൗഖ്യമാക്കി. ഇന്ന് പകൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, നിങ്ങളെ വിടിയിപ്പാൻ ഈ ദൈവം ശക്തനാം. ഇവൻ അഭിപ്രായം പറഞ്ഞിട്ട് മാറിപ്പോകുന്നവനല്ല, വിടിയിപ്പാൻ നിൻ്റെ അരികിൽ ഇറങ്ങി വരുന്ന ദൈവം നിന്നെ വിടുവിക്കും.